ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പൂപ്പൊലിയിലാണ്. പൂപ്പൊലിയിൽ ഇതാ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ നല്ല തിക്കും തിരക്കുമാണ്. പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടി കേട്ടോ. നമ്മൾ 10 പേരുണ്ടായിരുന്നു, 3 കുട്ടികളും 7 വലിയ ആൾക്കാരും. അങ്ങനെ കുട്ടികൾക്ക് 30, വലിയവർക്ക് 60. അപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്ന ഒരു സഹായം, മീൻസ് ഒരു കുട്ടീൻ്റെ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ, ചികിത്സാ സഹായ ഫണ്ടായിരുന്നു. അപ്പോൾ പൂപ്പൊലി പോകുന്നവരൊക്കെ അവർക്ക് മാക്സിമം ഫണ്ട് നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യുക, ഒരു കുട്ടീൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ പിന്നെ എൻട്രിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സൈഡിൽ തന്നെ കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഭയങ്കര തിരക്കാണ്, തിക്കും തിരക്കും. അതുപോലെ ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് പറയാനില്ല കേട്ടോ, എന്തോ ഒരു റൈറ്റാ ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ, ഭയങ്കര റൈറ്റാ. അപ്പോൾ ബൂബു അപ്പൂൻ്റെ തോളിലിരിക്കുക. അവന് എല്ലാ സാധനം കണ്ടിട്ട് അതിലേക്ക് ഇങ്ങനെ കൈ കാണിക്കണ്ടിട്ടോ, അത് വേണം ഇത് വേണം, ഈ ലൈറ്റൊക്കെ കത്തുന്ന കാണുമ്പോൾ അങ്ങനെ വാശി പിടിച്ച് അവസാനം ഒന്ന് മേടിച്ചു കൊടുത്തു, കാക്കു മേടിച്ചു കൊടുത്തു. നമ്മളിതാ പിന്നെ എൻട്രിയിലോട്ട് പാസ് ചെയ്യണം കേട്ടോ. 510 10 ആൾക്ക് 510 നമ്മളുടെ ടിക്കറ്റ്. അങ്ങനെ നമ്മൾ പൂപ്പൊലിയുടെ എൻട്രിയിലേക്ക് കടക്കുകയാണ് ഗൈസ്. അത്യാവശ്യം തിരക്കുണ്ട് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്താരാഷ്ട്ര പുഷ്പമേളയ്ക്ക്, കാരണം ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ കാക്കൊക്കെ എന്നെ കൂട്ടാണ്ട് പോയിട്ടുണ്ടായി. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു പറ്റൂല, ഒന്നും പറഞ്ഞാൽ പറ്റൂല, എന്നെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വന്ന് കാണാൻ തന്നെ എന്താ ആംബിയൻസ് അല്ലേ, പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള ലാക്കോ. അങ്ങനെ അമ്പോ കയ്യും കാലക്കാരൊക്കെ ചവിട്ടി ഓടിക്കണ്ടേ. കണ്ടോ പൂപ്പൊലി നല്ല ഭംഗിയിലേത് കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്ക് എന്ത് ഭംഗിയോ ഈ ഫ്ലവേഴ്സ് കാണാൻ. വാവ്, ഇത് ജമന്തി. പക്ഷെ നോക്ക എത്ര കുട്ടിയായിട്ടിരിക്കണേല, നല്ല ഫ്ലവേഴ്സ്. വാവ്, എന്ത് ഭംഗിയാലേ. ഇത് ബഡ് ഫ്ലവേഴ്സ് അല്ലേ, അപ്പൊ പെട്ടെന്ന് ഉണ്ടാവും. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എൻ്റെ അമ്മ, എനിക്കാണെങ്കിൽ ഹൈറ്റ് ഇല്ലാത്തേ കൊണ്ട് ഹൈറ്റ് കയറി വീഡിയോ എടുക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല. നോക്കുന്നുണ്ട്, നോക്ക് ഈ ഫ്ലവർ നോക്കും, സൂപ്പർ ഇട്ടത്. എന്താ ഡാലിയ എന്തോ. എന്തോന്നാ ഇത്, തിക്കും തിരക്കുവാണല്ലോ. ഇതാ ഇവിടെ ഒരു ബട്ടർഫ്ലൈ. ഞാൻ സ്റ്റാച്ചു പിടിച്ച് അവിടെ നിൽക്കേണ്ടി വരെ. ഇതൊക്കെ ഡാലിയ എന്തോ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്നെ കൊണ്ടുവന്നിക്കില്ലാലോ ഇങ്ങോട്ടേക്ക്. ഐസ്ക്രീം നൈസായിട്ട് വാങ്ങി നോക്കാൻ നിക്കണ്ട, നടക്കാൻ ഓ മല്ലിക കൊള്ളാം. ചെണ്ടുമല്ലി എന്ത് പറഞ്ഞാലും പെൺകുട്ടികൾ അച്ഛനമ്മയും നോക്കാൻ മുന്നിലോട്ടുണ്ട്. വാ, ഇതെന്താ മറ്റേ മയിലല്ലേ, ഫ്ലവേഴ്സ് വെച്ചിട്ട് ഫ്ലവേഴ്സ് വെച്ചിട്ട് മയിലിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. വാ, അതാ കയ്യിന്ന് വെള്ളം വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ കയ്യിൻ്റെ അകത്തുനിന്ന് വെള്ളം ചാടിയും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളിപ്പോ ഇത് പുഷ്പമേള നോക്ക്, സോളാർ പാനൽ നോക്കാൻ നിൽക്കുക. ഇതെന്തോ ഈ ചെടിക്ക് എന്തോ ഒരു പേരുണ്ടായിരുന്നല്ലേ, മറന്നുപോയി. ഇത് മയിലില്ലേ, ആ മയിലിന്റെ പീലിയായിട്ടാണ് ഫ്ലവേഴ്സ് വെച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല വൊക്കാബുലറി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തല്ല, വാവ്, മല്ലിക നോക്ക് എത്ര കൂട്ടത്തില്, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് മറ്റേ ക്ലോക്ക് ആണല്ലേ, ക്ലോക്ക് ഫ്ലവർ വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ക്ലോക്ക് ഉണ്ടാക്കിയിട്ട്. കൊള്ളാം. അവിടെ ഇവിടെയൊക്കെ മല്ലിക കിട്ടുന്നിടത്തൊക്കെ ഇട്ടിക്കണവര്. പക്ഷെ അത് എത്ര ചെറിയ തൈയില ഫ്ലവർ ഉണ്ട്, നമ്മളൊക്കെ വലിയ തൈയായാലും ഫ്ലവർ ആവുള്ളൂ. ഇതൊരു ലെവലില് കണ്ടോ, എന്ത് ഭംഗിയാ നോക്കി കാണാനാ. ഇതൊക്കെ
ഹാർട്ട് ഷേപ്പ് മാത്രം നോക്കിയാൽ മതി. അതിന്റെ മുമ്പിലേക്കുള്ള കുട്ടികളൊന്നും നോക്കണ്ട കേട്ടോ. നിങ്ങളെ അങ്ങനെ ചെയ്യും. ഇങ്ങോട്ടൊക്കെ അച്ഛനും ബൂബു സെറ്റാണ്. ഇതെന്താ ഈ ഫ്ലവർ എന്താന്ന് എനിക്കറിയില്ല. ബട്ട് കൊള്ളാം. അതാ പൂപ്പൊലിന്ന് എഴുതിയ. ചുമപ്പഴേ വരുന്നുണ്ട്. ഇത് ആമ, രണ്ടാമ മീൻ ചെത്ത. പക്ഷെ രണ്ടാമ ഉണ്ട്. ഞങ്ങളങ്ങനെ ഐസ്ക്രീം മേടിച്ചിട്ടാ. കാക്കുനും ഉണ്ടായിരുന്നു. കാക്കുന് പിന്നെ ജലദോഷം, പനി, കഫ്കെട്ട്, മൂക്കൊലിപ്പ്. ഞാനും ഉണ്ണിക്കുട്ടനും ഐസ്ക്രീമൊക്കെ വെച്ച് സെറ്റായി. ബുബുന് അതിൻ്റെ കപ്പ് മാത്രം മേടിച്ചു കൊടുത്തിട്ടോ. ആള് ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് പക്ഷികളില്ലേ, നിങ്ങളാരെ എടുത്ത് കൂട്ടിലിട്ടെ? കരിങ്കോഴി ഇതാ എൻ്റെ കൂടെ ഉണ്ടല്ലോ. കൈ പിടിച്ചോ. ഇത് മുയലല്ലേ, ഇത് കോഴിയാണ്. കണ്ണ് കാണാൻ പാടില്ലേ? കൊറേ കുട്ടികൾക്ക് കളിക്കാനുള്ള ഇതിനൊക്കെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ബൂബ് കേറി പോവില്ല, വെറുതെ നഷ്ടമാണ്. അതിൻ്റെ ഉള്ളിൽ അല്ല നമ്മളിത് ഇല്ല. ഈ സ്റ്റാള് വേറെ സ്റ്റാൾ. ഇത് ചെടിക്ക് മാത്രം വേണ്ടിയിട്ടുള്ള സ്റ്റാളാണ്. അല്ല, അപ്പുറത്ത് ടോയ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള സ്റ്റാളുണ്ട്. അവിടെ മേ ബി നല്ലത് കിട്ടുമായിരിക്കും. ചെടി അരികൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എക്സിബിഷൻ ഉണ്ട്. ഇത് മറ്റേ എന്തൊക്കെയോ സംഭവങ്ങൾ, ആയുർവേദം. എന്താ സ്റ്റാള് കാലി മീൻസ് എന്താ, എനിക്ക് അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നമ്മൾ ഉള്ളതിൽ നോക്കി പോയാൽ പോരെ. ഓ, വേസ്റ്റ് ഇടാൻ അത് നല്ലൊരു മുന്നേറ്റം. ചെടികള് എന്താ പറയണ്ടേന്ന് മനസ്സിലാവില്ലേ? പണ്ടത്തെ ആ ഒരു ഭംഗി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പണ്ടത്തെ ആ ഒരു ഭംഗി. അത് സെക്കൻഡ് സ്റ്റാളിൽ എന്തൊക്കെയാണുള്ളത് അതിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ വെറുതെ എയറിൽ വീണോ? സെക്കൻഡ് അമ്പ ഇവിടെ സൂചി ഉത്തളങ്ങൾ എന്താ കഴിഞ്ഞ സ്റ്റാളിൽ കയറിയപ്പോൾ പറഞ്ഞ തിരക്കില്ലാന്നോ. ഇങ്ങോട്ടേക്ക് നോക്കുമോനെ, ക്യാമറ വേണമെങ്കിൽ ഇങ്ങോട്ട് പിടിച്ചോ. ഞാൻ 2 അടിയിൽ വിത്തുകൾ നോക്ക്, പലതരം വിത്തുകൾ നമുക്ക് ആവശ്യമില്ല. മിഠായി നൊസ്റ്റാൾജിക്. പഴയ മിഠായിയാണ് അവിടെ അതുകൊണ്ട് അവിടെ അയ്യടി ഓരോരോ അടവേ. വേണം മതി. എനിക്ക് എന്തായാലും മിഠായി ഓരോ ഇഷ്ടമല്ല. നടന്നോ? ബുക്കുകള് വായിക്കുന്ന ശീലമൊന്നും ഇല്ലാത്ത കൊണ്ട് നടക്കാം. തുണി പിന്നെ ഫാൻസി നമ്മള് കുറേ ഉണ്ട്. മസാല നെക്സ്റ്റ് എന്താ? ഓക്കെ, മറ്റേ പണ്ടത്തെ അതാ ഫാൻസി സാധനങ്ങൾ. കുട്ടികൾ പെട്ടെന്ന് കരയുമല്ലോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇതൊരു ആന്റിക് ഷോപ്പ്, പഴയ കാലത്തെ പനക്കരിപ്പെട്ടി. ഫോട്ടോ എനിക്കറിയില്ല. ചായ കുടിക്കണതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടുത്തെ പരിപാടി ലൂസായി. അതാണ് ആകെ ഡസ്പായി പോയതിട്ടാ. അതായത് നമ്മുടെ മറ്റേ ഗാനമേള അവസാനിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ശോകമായി പോയത് എന്താന്ന് വെച്ചാൽ അതോടെ പറഞ്ഞുതരാം. നമ്മൾ ഡിലേ ആവാൻ മെയിനായിട്ടൊരു കാരണം ബൂബു ഞങ്ങളെ നാട്ടിച്ച്.
ബൂ അതിൻ്റെ ഇടക്കിൽ കയറിയിട്ട് അങ്ങോട്ട് നാറ്റിച്ച്. അപ്പോൾ പിന്നെ ഞങ്ങൾ പുറത്ത് ബാഗ് വണ്ടിയിലായിപ്പോയി. പുറത്തിറങ്ങി ഓൻ്റെ പാമ്പേഴ്സ് ഒന്നും എടുത്തു വരാൻ അവിടെ പാമ്പേഴ്സ് തപ്പി നടന്നിട്ട് ഒരു കൗണ്ടറിൽ ആവശ്യമുള്ള ആ സംഭവം ഇല്ല. ലാസ്റ്റ് എന്തൊക്കെയോ കാട്ടി കഴുകി. അവിടെ ബാത്റൂം ഉണ്ടായിരുന്നു, കയറാൻ കൊള്ളൂല, അത്രയ്ക്ക് വൃത്തിയില്ല. പക്ഷെ കയറിയല്ലേ പറ്റൂ. കയറി ഓനെ ക്ലീൻ ചെയ്ത് എന്നിട്ട് അവിടെ നിന്ന് ഏതൊക്കെ ഒരു വലിയ ട്രൗസറായിട്ടുള്ള കിട്ടിയ അതൊക്കെ ഉടുപ്പിച്ചിട്ട് ഒരു സെറ്റപ്പിൽ അങ്ങനെ കൊണ്ടുകൊണ്ടാണ് നേരം മെഴുകി പകുതിക്കുന്ന വോയിസൊക്കെ കട്ടായി പോയതല്ലേ. പക്ഷെ അടിപൊളിയാണ്, കുഴപ്പമില്ല. എന്നാലും റോസ് അടി, എനിക്ക് ഇഷ്ടപ്പെട്ട റോസ് ഞാൻ കാണുന്നുണ്ട്. നമുക്ക് വീട് ആവട്ടെ, എന്നിട്ട് ഇതൊക്കെ നമുക്ക് ഞാൻ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ പല വെറൈറ്റീസ്. ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അടിപൊളിയായിരിക്കും അല്ലേ. നമുക്ക് അപ്പുറത്ത് പോണോ? ഇല്ല, ഏകദേശം കഴിഞ്ഞില്ലേ. ഇത് ജസ്റ്റ് ഒരു വരിക കാണുക. നമ്മൾ ഒരുപാട് കണ്ട് അതിൽ ഇവന്റെ ആ ഒരു സംഭവം വന്നപ്പോൾ നമുക്ക് കുറെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് അവിടെ ഒരു ലൈറ്റിന്റെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്, അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുക്കട്ടോ, അടിപൊളിയായിരിക്കും. ഞാൻ റോസ് ഒന്ന് ആസ്വദിക്കട്ടെ. നിനക്ക് പിന്നെ റോസ് കണ്ടാ പിന്നെ അത് മതി, എന്നെ പോലും വേണ്ട. അങ്ങനെ പറയരുത് കേട്ടോ. സാധനം അടിപൊളിയുണ്ട് അല്ലേ. എന്ത് ആ ലൈറ്റ് വേണമെങ്കിൽ ഒന്ന് ഒഴിക്കാം. പണ്ട് ഇവിടെ DJ പ്രോഗ്രാം നടന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അടിയും പിടിയും ഒച്ചപ്പാടും എൻ്റെ അമ്മേ. ഇത് അതൊക്കെ ഇവിടുന്ന് എത്രയോ സെന്റില്, മീൻസ് ഒരു 10 സെന്റില് റോസ് തന്നെയാണ് രണ്ട് സൈഡില്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ. റോസസ് ഈസ് ഓൾവേസ് എവരിവൺസ് ഫേവറേറ്റ്. ആരുടെയും ഫേവറേറ്റ് ഫ്ലവർ ആയിരിക്കും റോസ്. അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, തൊട്ടാവാടിന്റെ അല്ല എന്തോന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പഴയൊരു ഡയലോഗ്. അച്ഛനോട് വെച്ചാലാണ്. അല്ല അത് ഞാൻ കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ഈ വീഡിയോയിൽ അത് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ഇത് റോസ് തന്നെ, മെയിൻ റോസ് തന്നെ. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ റോസ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്, ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും റോസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്തൊരു പാടുണ്ടാവും. ഇതിലെല്ലാ കളേഴ്സും നമുക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനോ സൂം ചെയ്തെടുക്കാനോ പറ്റില്ല. വൈറ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇപ്പുറം സൈഡ് നോക്കാം. ഇത് ആ പാർക്കിന്റെ ബാക്ക് സൈഡല്ലേ. ഈ രണ്ട് സൈഡിലായിട്ട് റോസ് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇവിടുന്ന് പിന്നെ കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാൻ വേണ്ടി പറ്റും. ആ വൈറ്റാണ്, പക്ഷെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ ലേശം ഒരു പിങ്കിഷ് വൈറ്റ്, ഒരു ബേബി പിങ്കും അല്ല, ഒരു കളറ് നിങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ വെറൈറ്റി ആണല്ലോ. പർപ്പിള് എല്ലാ റോസും കണ്ടിട്ടുണ്ട്, ബട്ട് പർപ്പിള് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ നിന്ന് കാണാം കേട്ടോ. കൊള്ളാം. റെഡ് പിന്നെ ഓൾവേസ് കാക്കു പണ്ട് കുറേ കൊടുത്തതാണ്. എനിക്കല്ല കേട്ടോ ഗൈസ്, വേറെ പലർക്കും. ഇല്ലാന്നോണോ പറയാൻ നിൽക്കരുതേ. വ്ലോഗ് ലൈഫ് കളയാൻ എയറിൽ കയറ്റാ. 2 ദിവസം എയർ പോയിട്ട് വാ. ഇവിടെ തന്നെ ഭൂമി തന്നെ മയില് ഇതൊക്കെ അതിൻ്റെ അകത്തൊരു മറ്റേ ചീര പോലത്തെ ഇത്, മറ്റേ നമ്മുടെ എന്താണ് ബോഗൺവില്ല അങ്ങനെയും പറയും, കടലാസ് പൂ എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയും. അതാണ് അത് നല്ല ഭംഗി. ഇത് അല്ല ചീരപ്പൂ, എന്തോന്ന് കോഴിപ്പൂ അങ്ങനെ എന്തോന്ന് പറഞ്ഞ് ഞാൻ കേട്ടോ. കറക്റ്റ് അതിൻ്റെതായ ശാസ്ത്രീയ നാമം ഉണ്ടാവും, അതറിയാതെ നമ്മൾ എന്തെങ്കിലും വിളിച്ചു പറയാതിന്റെ. സൂപ്പർ. ഫോട്ടോ എടുക്കാനുള്ള നമുക്ക് എന്തിനാ ഫോട്ടോ നോക്കാം. അടിപൊളി. അതിന്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറച്ച് നല്ല അടിപൊളിയില്ല, നല്ല രസമുള്ള വീഡിയോ. കൊള്ളാം. അടിപൊളി. നടന്ന അപ്പുറത്തോ ഇതിന്റെ ഒരു സൈഡ് വയലും ഒരു സൈഡ് കുളവുമാണ്. കുളമാണ്.
പുഴ അല്ല സോറി കുളം 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 നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ അടിപൊളിയല്ലേ? ഇവിടെ നിന്ന് നോക്കുമ്പോ ആ പൂപ്പൊലിന്റെ ഏരിയൊക്കെ നല്ല അടിപൊളിയല്ലേ? കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോഴേ വീഡിയോയിൽ കാണുള്ളൂ. കൊള്ളാം കൊള്ളാം. അയ്യോ അടിയാണല്ലോ ഫോട്ടോയ്ക്ക്. അപ്പൂസ എന്നെയാണ് നോക്കി, നിങ്ങളെ പോലെ എല്ലാരും വായി നോക്കിയാണെന്ന് ചിന്തിക്കല്ലേ. അതെ അത് നാക്കിന് വീഡിയോ എടുക്കാനാന്നും പറഞ്ഞ് തിരിഞ്ഞൊന്നും നോക്കി. എന്താ ഒരു സുഖം, ഒരു മനസ്സുഖം. നല്ല ഭംഗി. ഇതാ ലൈറ്റിംഗ് ആണ് മെയിൻ ആയിട്ടല്ലേ. അറിയാം. യെസ് എപ്പോഴും പൂപ്പൊലി പൂപ്പൊലി പൂപ്പൊലി. ലൈറ്റ് ഒന്ന് കുറച്ച് അല്ല അതാ നമ്മള് നേരത്തെ കണ്ട മയിലും ഇതൊക്കെ നമ്മള് അങ്ങനെ കറങ്ങി അവിടെ എത്തിട്ടോ. ആ പോയിന്റിലെത്തി. വൈറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവില്ലേ കാണാൻ. അങ്ങനെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മളങ്ങനെ പോവാന്ന് എക്സിറ്റ് റൈഡിലൊന്നും കയറാൻ പറ്റിയില്ല. അതെ അത് നമുക്ക് ബൂബു തന്ന പണിയാണ്. പക്ഷെ റൈഡിൽ കയറാനും പേഴ്സണലി ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ബൂബുനെ കൊണ്ട് നമുക്ക് ആവില്ല. പിന്നെ നമ്മൾ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. സോ റൈഡൊക്കെ നമുക്ക് നെക്സ്റ്റ് ടൈം ബെറ്റർ ടൈംസ് അല്ലേ. അടുത്ത പ്രാവശ്യം ഉണ്ടാവുമല്ലോ ഇൻഷാല്ലാ. പൂപ്പൊലി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും റൈഡിൽ കയറാം. ഇതിപ്പോ നമ്മുടെ നാട്ടില് അതും നമ്മുടെ സ്വന്തം നാട്ടിലുണ്ടായിട്ട് പൂപ്പൊലി നമ്മൾ കാണാതിരുന്ന മോശമല്ലേ. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം കാണാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലോഗ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ പൂപ്പൊലി ഞങ്ങൾ എല്ലാവർക്കും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വിസിറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കുട്ടീൻ്റെ സഹായത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ ബൈ.